നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രികകൾ ഒന്ന് തള്ളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി സമർപ്പിച്ചിട്ടുള്ളത്. ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുമാണ്. ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത്. ഇതിൽ 10 പേരുടെ ഒപ്പ് ആവശ്യമാണ് എന്നുള്ള സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടിയാണ് PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ അൻവറിൻ്റെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടെ RDOയുടെ ഓഫീസിലെത്തിയത് സംബന്ധിച്ച വാദം നടത്തുകയാണ്. അത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ വളരെ പ്രമുഖമായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നുള്ള PV അൻവറിൻ്റെ മോഹമാണ് ഇതോടെ പൊലിഞ്ഞിരിക്കുന്നത്. ഇനി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിക്കേണ്ടി വരും. നേരത്തെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. അൻവറിന് മത്സരിക്കാൻ ഇഷ്ടമുള്ള ചിഹ്നം നേരത്തെ തന്നെ തനിക്കുണ്ടായിരുന്ന ഓട്ടോറിക്ഷയാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം ഇതല്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ കാരണമാണ് അൻവറിൻ്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം.